ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രോണിക്സുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. ടെക്നിക്കലായി ചെറിയ ഐഡിയ ഉള്ള ഏതൊരാൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കേടായി ഒഴിവാക്കിയ LED TV ഉണ്ടെങ്കിൽ 24 ഇഞ്ചോ 32 ഇഞ്ചോ അളവ് ഏതായാലും അതിന് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നല്ല ബ്രാൻഡഡ് ലുക്കിലുള്ള ഒരു കണ്ണാടിയാക്കി മാറ്റാം. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി. എന്നിട്ട് നമുക്കത് നമ്മുടെ വാഷ് ബേസിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ണാടിയാക്കി മാറ്റാനുള്ള TV. ഇതൊരു 32 ഇഞ്ച് TV ആണ്. ഇതിന്റെ ഡിസ്പ്ലേ പോയതാണ്. അപ്പോൾ നമുക്കിതിന്റെ ഈ ഫ്രണ്ടിലുള്ള ഫ്രെയിമൊക്കെ ഇളക്കി മാറ്റി ഈ ഡിസ്പ്ലേ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെയാണ് കണ്ണാടി ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതിന്റെ ബാക്ക് കവർ റിമൂവ് ചെയ്യണം. ഇതിന്റെ ബാക്ക് കവറും ഈ ഫ്രണ്ടിലുള്ള ഫ്രെയിമും ഒക്കെ ഇളക്കി മാറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ സൈഡിലുള്ള ലോക്കുകളൊന്നും പൊട്ടിപ്പോകരുത്. അതുപോലെ ബാക്ക് കവർ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ക്രൂ ഉണ്ടാവും അഴിക്കാൻ. എല്ലാ സ്ക്രൂവും അഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇത് ഇളക്കി മാറ്റാൻ ശ്രമിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ബാക്ക് കവർ റിമൂവ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി കുറെ സ്ക്രൂ അഴിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ സ്ക്രൂ എല്ലാം അഴിക്കുക. അതിനുശേഷം നമുക്ക് ഈ ബാക്ക് കവർ ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ബാക്ക് കവർ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ ഇവിടെ സ്പീക്കറിലേക്കുള്ള വയറൊക്കെ ഇവിടുന്ന് ബോർഡിന്റെ മുകളിൽ നിന്ന് ഒഴിവാക്കാനുണ്ടാവും. നമുക്ക് ഈ മദർ ബോർഡിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ പിന്നീട് അഴിച്ചെടുത്ത് ഒഴിവാക്കിയാൽ മതി. ഇങ്ങനെ ഇപ്പൊ ഞാൻ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ഫ്രെയിം ഇളക്കിയെടുക്കണം. ഇതിന്റെ ഫ്രണ്ടിലുള്ള ഫ്രെയിം എല്ലാം ലോക്കാണ്. ഇവിടെ ഏതെങ്കിലും സ്ക്രൂ ഉണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തണം. സ്ക്രൂ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഈ ഫ്രണ്ടിലുള്ള ഫ്രെയിം ഇളക്കിയെടുക്കാൻ ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ഫ്രെയിം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിലുള്ള ഫ്രെയിം എടുത്തു മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ ഇവിടുന്ന് എടുത്തു മാറ്റാം. ഈ ഡിസ്പ്ലേ ഇങ്ങനെ എടുത്തു മാറ്റുക. ഡിസ്പ്ലേയിലേക്ക് മദർ ബോർഡിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ടാവും. അത് ഊരിയിടണം. അത് ഊരിയിട്ടതിന് ശേഷം വേണം ഡിസ്പ്ലേ എടുത്തു മാറ്റുന്നത്. ഡിസ്പ്ലേ ഇങ്ങനെ എടുത്തു മാറ്റുക. ഡിസ്പ്ലേ പിന്നീട് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഡിസ്പ്ലേയുടെ അടിഭാഗത്തായിട്ട് ഇതുപോലുള്ള കുറച്ച് PVC ഷീറ്റ് ഉണ്ടാവും. ഈ PVC ഷീറ്റുകളിൽ ഇതുപോലെ കട്ടിയുള്ള ഒരു ഷീറ്റ് ഉണ്ടാവും. ഈ കട്ടിയുള്ള ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള ഷീറ്റൊക്കെ എടുത്ത് ഒഴിവാക്കുക. ചില കമ്പനികളുടെ TVക്ക് ഇതിനുള്ളിൽ വേറൊരു ഫ്രെയിം കൂടി ഉണ്ടായിരിക്കും. ആ ഫ്രെയിമിന്റെ മുകളിലാണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പൊ ഈ ഫ്രെയിം നമുക്ക് ഇളക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സൈഡിലുള്ള ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ലോക്ക് പൊട്ടിപ്പോകാൻ പാടില്ല. ഇതിനുള്ളിലാണ് മിറർ വരുന്നത്. അതിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ഇളക്കിയെടുക്കാവുള്ളൂ. കാരണം ലോക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഇതിനുള്ളിൽ നിൽക്കുകയില്ല. ഇപ്പൊ ഞാൻ ഈ ഫ്രെയിം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഫ്രെയിം ഇളക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം സൈഡിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളായിരിക്കും. അത് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയതിനു ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പതുക്കെ പ്രസ് ചെയ്താൽ ഈ ഫ്രെയിം നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഈ ഫ്രെയിം എടുത്തു കഴിയുമ്പോൾ ഇതിനടിയിലായിട്ടാണ് PVC ഷീറ്റുകൾ ഉണ്ടാവും. വെള്ള കളറുള്ള PVC ഷീറ്റ് ഉണ്ടാവും. അതിൽ കട്ടിയുള്ള ഒരു PVC ഷീറ്റ് ഉണ്ടാവും. അത് നമുക്ക് അളവെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. കണ്ണാടിയുടെ അളവെടുക്കുന്നത് ഈ കട്ടിയുള്ള ഷീറ്റിന്റെ അളവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിനുള്ളിൽ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള അതൊന്നും ഒഴിവാക്കണമെന്നില്ല. നമ്മൾ ഈ ഫ്രെയിമിന്റെ ഉള്ളിലായിട്ടാണ് ഈ കണ്ണാടി ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. TVക്ക് അകത്തുണ്ടായിരുന്ന PVC ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2-3 ഷീറ്റ് ഉണ്ടാവും. അതിൽ ഏറ്റവും കട്ടിയുള്ള ഷീറ്റാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്ത് കിട്ടുന്ന കടയിൽ കൊണ്ടുപോയി, അതായത് കണ്ണാടിയൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന കടയിൽ കൊണ്ടുപോയിട്ട് ഈ ഷീറ്റ് കൊണ്ടുപോയി കൊടുത്ത് ഇതേ അളവിലുള്ള കണ്ണാടി കട്ട് ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ ഇത് അളവ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഷീറ്റിന്റെ പുറമെയുള്ള അളവല്ല എടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ സൈഡിൽ ഓരോ കട്ടിങ് കാണാൻ സാധിക്കും. ഇത് 4 ഭാഗത്തും ഇങ്ങനെയുള്ള കട്ടിംഗ് ഉണ്ട്. ഈ കട്ടിങ്ങുകൾക്കുള്ളിലെ അളവിലാണ് ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ പുറമെയുള്ള അളവിൽ ഗ്ലാസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ TV ഫ്രെയിമിന്റെ ഉള്ളിൽ അത് വെക്കാൻ സാധിക്കില്ല. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 3mm കട്ടിയുള്ള ഗ്ലാസ് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അതായത് ഈ കണ്ണാടി പല കട്ടിയിലുള്ളതുണ്ട്. അതിലേറ്റവും കട്ടി കുറഞ്ഞ ഗ്ലാസ് ആണ് വാങ്ങിക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ടിവിയുടെ ഉള്ളിൽ നമുക്ക് ആ കണ്ണാടി വെക്കാനായിട്ട് സാധിക്കില്ല. ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം.
PVC ഷീറ്റ് കൊണ്ടുപോയിട്ട് അതേ അളവിൽ കണ്ണാടി ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കട്ടി കുറഞ്ഞ ഗ്ലാസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ടിവിയുടെ ഡിസ്പ്ലേ ഇരുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനുള്ളിലുള്ള ടിവിയുടെ ഉള്ളിലുള്ള ഈ ലൈറ്റുകളൊന്നും എടുത്ത് മാറ്റണമെന്നില്ല, അതവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ഇതിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. അതിനുശേഷം ഇതിന് മുകളിൽ നിന്ന് എടുത്ത ഫ്രെയിം അതേപോലെ ഫിറ്റ് ചെയ്യണം. എല്ലാ ടിവികൾക്കും ഇതുപോലെ അഡീഷണൽ ഫ്രെയിം ഉണ്ടായിരിക്കില്ല, ഉള്ളിൽ പുറമേയുള്ള ഫ്രെയിം ഉണ്ടായിരിക്കുള്ളൂ. ഇത് കറക്റ്റ് ഫിറ്റാക്കി നമ്മൾ വീണ്ടും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ലോക്കുകളെല്ലാം ഫിറ്റ് ആവണം. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് എടുത്ത ആ ഫ്രെയിം ഫിറ്റ് ചെയ്യണം. ഇത് ലോക്ക് തന്നെയാണ്. കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ബാക്ക് കവർ ഇടണം. ബാക്ക് കവറിലാണ് ഇതിന്റെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ ബാക്ക് കവർ ഇടുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മദർ ബോർഡ് ഒന്നും വേണമെന്നില്ല, വേണമെങ്കിൽ എടുത്തു കളയാം. ഇനി അതവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ബാക്ക് കവർ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ സീറ്റിംഗ് ആയിരിക്കണം. എല്ലാ സ്ക്രൂ ഇടണം. ആദ്യം ഉണ്ടായിരുന്ന ടിവിയെക്കാളും വെയിറ്റ് ഉണ്ടായിരിക്കും, കാരണം നമ്മളിപ്പോ ഡിസ്പ്ലേ എടുത്ത് കളഞ്ഞിട്ട് ഇതിൽ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. എല്ലാ സ്ക്രൂവും വീണ്ടും ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണാടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഭിത്തിയിൽ പിടിപ്പിക്കുന്ന ഭാഗത്ത് ഭിത്തിയിലേക്ക് തൂക്കിയിടുന്നതിന് വേണ്ടി 2 ഹുക്ക് പിടിപ്പിക്കണം. ഒരുവിധം ഉറപ്പുള്ള നല്ല ഹുക്ക് പിടിപ്പിക്കണം, കാരണം ഇതിന് ഒരുവിധം വെയിറ്റ് ഉണ്ടായിരിക്കും. ആദ്യം ഉണ്ടായിരുന്ന ടിവിയെക്കാളും കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ഇപ്പോൾ നിർമ്മിച്ച കണ്ണാടി. 32 ഇഞ്ച് ടിവി നിർമ്മിച്ച കണ്ണാടിയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഞാൻ ഇതിനു മുൻപ് 24 ഇഞ്ച് ടിവി നിർമ്മിച്ച ഒരു കണ്ണാടിയാണ്. ഇതിന്റെ രണ്ടിന്റെയും ബ്രാൻഡ് നെയിം ഉള്ള ഭാഗം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് മറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ബ്രാൻഡ് നെയിം കൂടി കാണുകയാണെങ്കിൽ നല്ല ബ്രാൻഡഡ് ലുക്ക് ഉണ്ടായിരിക്കും. 32 ഇഞ്ച് ടിവിയിൽ ഈ കണ്ണാടി നിർമ്മിക്കാൻ 350 രൂപ ചെലവായിട്ടുണ്ട്. അതായത് ഈ കണ്ണാടി ഗ്ലാസിന് 350 രൂപയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പഴയ ടിവി ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. വ്യത്യസ്ത കമ്പനികളുടെ ടിവികൾക്ക് ഇതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്റെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.